ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സോഫ്റ്റും രുചികരവുമായ ചക്കയടയാണ്. ഇതിലേക്കായി ഏകദേശം 20 പഴുത്ത വരിക്കച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1.5 കപ്പ് നാളികേരം ചിരകിയത്, 1 കപ്പ് വറുത്ത അരിപ്പൊടി, അപ്പത്തിനും ഇടിയപ്പത്തിനും ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് വേണ്ടത്. അടുത്തത് 1.5 കപ്പ് ശർക്കര, ഏലക്ക, ജീരകം. ആദ്യം ചക്ക ചെറുതായി അരിഞ്ഞ് മിക്സിയിൽ അടിച്ച് കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കാം. ജീരകവും ഏലക്കയും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്ത ഏലക്കയും ജീരകവും ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുപ്പിലേക്കൊരു പാൻ വെച്ച് അതിലേക്ക് ശർക്കര ഇട്ട് ഉരുക്കിയെടുക്കാം. ശർക്കര ഒന്ന് ഇളക്കി കൊടുക്കാം. അടുപ്പിൻ്റെ ഫ്ലെയിം സിമ്മിനും മീഡിയത്തിനും ഇടയിലായിരിക്കണം. ശർക്കര നൂൽ പരുവത്തിലാകുമ്പോൾ നാളികേരം ചേർത്ത് കൊടുക്കാം. അടുത്തതായി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യുന്നതിനായി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ജീരകവും ഏലക്കയും ചേർത്ത് കൊടുക്കാം. അതിലേക്കായി 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അടുത്തതായി മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചക്ക കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാവുന്ന. ഈ ഒരു പരുവാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കാം. വാട്ടിയ വാഴയിലയിലേക്ക് വെച്ച് ഇതുപോലെ ചെറുതായി പരത്തി മടക്കിയെടുക്കാം. അടുപ്പിലേക്ക് പാത്രം വെച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കാം. ചൂടായ തട്ടിലേക്ക് അട വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ചക്കയട റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ സോഫ്റ്റും രുചികരവുമായ ചക്കയട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്തേക്കണേ. താങ്ക് യു ആൾ.